ഇന്നൊരു ഹോസ്പിറ്റലിൽ 3-4 ദിവസം കിടക്കേണ്ടി വന്നു കഴിഞ്ഞാൽ ഡിസ്ചാർജ് ചെയ്ത് പുറത്തിറങ്ങുമ്പോൾ എത്ര ബില്ല് വരികയെന്ന് ചോദിച്ചാൽ നമുക്ക് നെഞ്ചിടിപ്പാണ്. കാരണം എന്താ, നമുക്ക് പറയാൻ പറ്റാത്ത രീതിയിലുള്ള ബില്ലാണ് ഹോസ്പിറ്റൽ അടിച്ചു തരിക. അതുകൊണ്ട് ഈ അവസ്ഥ അവോയ്ഡ് ചെയ്യണമെങ്കിൽ, ഇല്ലാതാക്കണമെങ്കിൽ ആ ക്യാഷ് അടപ്പിക്കാൻ നമുക്ക് ഒരാൾ വേണം. അതാണ് ഹെൽത്ത് ഇൻഷുറൻസ്. ഇന്ന് വളരെ അഭിമാനത്തോടെ നമ്മൾ പറയും, ഞാൻ വർക്ക് ചെയ്യുന്ന ഇന്ന കമ്പനിയിലാണ്, ഈ കമ്പനിയുടെ ഇൻഷുറൻസ് എനിക്ക് ഉണ്ടല്ലോ. എല്ലാം ശരിയായിരിക്കാം. നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങളുടെ ജോലി ആ കമ്പനിയിൽ നിന്ന് എന്ന് തീരുന്നുവോ അന്ന് നിങ്ങളുടെ ഹെൽത്ത് ഇൻഷുറൻസും തീരുന്നുള്ളതാണ്. 60-ാമത്തെ 70-ാമത്തെ വയസ്സിലൊന്നും നമ്മൾ ആരും ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യാൻ പോകുന്നില്ല. ആ സമയത്ത് നമ്മൾ പോയിട്ട് ഒരു പ്രൈവറ്റ് ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ മിക്ക അസുഖങ്ങളും വന്നിട്ടുണ്ടാവും. ഒരു അണ്ടർ റൈറ്ററുടെ അപ്രൂവലിന് പോകുമ്പോൾ അതങ്ങോട്ട് റിജക്റ്റ് ചെയ്യുകയും ചെയ്യും. അതുകൊണ്ട് ഏറ്റവും നല്ല പ്രായത്തിൽ, അസുഖമില്ലാത്ത സമയത്ത് ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തു വെച്ച് അതിൻ്റെ നോർമലായിട്ട് 2-3 വർഷമൊക്കെ വെയിറ്റിംഗ് പീരീഡ് ഉണ്ട്. ആ വെയിറ്റിംഗ് പീരീഡ് പുറത്ത് കടക്കാനായിട്ട് നോക്കുക. അപ്പോൾ ഫാമിലിയുടെ സുരക്ഷയ്ക്ക് നല്ല കവറേജ് ഉള്ള, നല്ല ഫീച്ചേഴ്സ് ഉള്ള ഒരു പോളിസി എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. എങ്ങനെയാണ് നല്ലൊരു പോളിസി സെലക്ട് ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് അതിനകത്ത് വേണ്ട കാര്യങ്ങൾ എന്നുള്ളത് വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഞാൻ വളരെ ഡീറ്റെയിൽഡ് വീഡിയോ ഇട്ടുണ്ട്. ഈ താഴെയുള്ള ലിങ്ക് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ആ ഫുള്ള് വീഡിയോ കാണാം, പഠിക്കാം, മനസ്സിലാക്കാം.